If A's salary is 20% less than B's salary, by how much percentage is B's salary more than A's? അപ്പൊ എങ്ങനെയാണ്? എയുടെ സാലറി ഉണ്ടല്ലേ, എയുടെ സാലറി എന്ന് പറഞ്ഞാൽ എത്രയാ പറയുന്നത്? 20% ലെസ് ആണ് പറയുന്നത് അല്ലെ, ലെസ് ദാൻ ബി ആണ്. ഇവിടെ തന്നെ നമുക്ക് നമ്മളുടെ ഫോർമുല കിട്ടും. ചോദ്യം ഇങ്ങനെയാണ്, ബി എന്ന് പറയുന്നതിന്റെ സാലറി എനേക്കാളും എത്ര അധികം കൂടുതലുണ്ട്, എത്ര പെർസെന്റേജ് കൂടുതലുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആർ വാല്യൂ ആണ് കാണേണ്ടത്, ആർ പെർസെന്റേജ് ആണ് കാണേണ്ടതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 20 ആണ്. അതായത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലെസ് ആണോ മോർ ആണോ? ലെസ് അല്ലേ. ലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മൈനസ് അല്ലേ കിട്ടണ്ടേ? നമുക്ക് നോക്കാം. ആർ ബൈ 100 മൈനസ് ആർ ഇൻറ്റു 100. ഇതാണ് നമ്മളുടെ ഫോർമുല എന്ന് നമുക്കറിയാം. അതായത് 20/100 മൈനസ് 20 ഇൻറ്റു 100. അതായത് 20/80 ഇൻറ്റു 100. 4 times 5 times 4 25. ആൻസർ എത്രയാണ്? 25% ആണ്. അതായത് എ എന്ന് പറയുന്നത് ബിനേക്കാളും 20% കുറവാണ്. ബി എന്ന് പറഞ്ഞാൽ എനേക്കാളും 25% കൂടുതലാണ്. ഇതാണ് ഫോർമുല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, എക്സ് ഇൻകം ഈസ് 25% more than Y's. By how much percentage is Y's income less than X's income? നോക്കാം. എക്സിന്റെ ഇൻകം എന്ന് പറയുന്നത് വൈനേക്കാളും 25% മോർ ആണ് അല്ലെ. നമ്മളുടെ ഫോർമുല എങ്ങനെ വരണം? 25/100 പ്ലസ് ആർ, അതായത് 25 ഇൻറ്റു 100. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 25/125 ഇൻറ്റു 100. 25 125 5 ടൈംസ് പോകും. 5 100 20 ടൈംസ്. അപ്പൊ ആൻസർ എത്രയാണ്? 20%. നേരത്തെ ചെയ്ത അതേ ന്യൂമറിക്കൽ വാല്യൂ തിരിച്ചിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പം എക്സിനേക്കാളും വൈ 25% കൂടുതലാണ് എങ്കിൽ വൈ എക്സിനേക്കാളും 20% കുറവാണ്. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ബൈ 50%. By how much percentage should its consumption be reduced so as to keep the expenditure same? ഈ ടൈപ്പിലാണ് നമുക്ക് പൊതുവെ എക്സാമിന് ചോദിച്ചു കാണാറ്. നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യൻസും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നമ്മളോട് ചോദ്യം ചോദിക്കല് വളരെ കുറവാണ്. ബേസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ആ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നത്. നമുക്ക് പൊതുവെ എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ വാല്യൂ തരും, എന്നിട്ട് അതിന്റെ പെർസെന്റേജ് ഇൻക്രീസും പെർസെന്റേജ് ഡിക്രീസും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ്. The price of petrol increases by 50%. By how much percentage should its consumption be reduced so as to keep the expenditure same? Okay, നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? പെർസെന്റേജ് ഇൻക്രീസ് ആണ്, അത് 50 ആണ്. അതായത് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, നമ്മൾക്ക് തന്നിരിക്കുന്നത് ഇൻക്രീസ് അല്ലേ, അതുകൊണ്ട് നമ്മളുടെ 100+ ആണ് അവിടെ വരണ്ടേ. അപ്പൊ നമ്മുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ R/100 പ്ലസ് ആർ ഇൻറ്റു 100. ഇതായിരിക്കും നമ്മളുടെ ഫോർമുല. അങ്ങനെ നമ്മൾ ഈ ഫോർമുലയിൽ ഈ ഒരു വാല്യൂ ഇടുമ്പോൾ 50/100 പ്ലസ് 50 ഇൻറ്റു 100, അതായത് 50/150 ഇൻറ്റു 100. അതായത് ഇവിടെ 3 ടൈംസ് പോകും. 100/3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതായത് 33.33%. നമ്മളുടെ കൺസംഷൻ 33.33% കുറയ്ക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ എക്സ്പെൻഡിച്ചറിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഡൗട്ടൊക്കെ തോന്നും. അതായത് ഇത് കുറെ വലിയ കാര്യമാണ് പറയുന്നത് തോന്നും. പക്ഷെ നമ്മൾ അതിന്റെ വാല്യൂസ് തന്നിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസ് നോക്കുമ്പോൾ എന്താണ് അവിടെ വേറൊരു വ്യത്യാസം ഇല്ല. ആകെ നമ്മൾക്ക് പറയുന്നത് എന്താണ്, ഒരു പെർസെന്റേജ് ഇൻക്രീസിനെ പറ്റി മാത്രമാണ് അവിടെ പറയുന്നുള്ളൂ.
അപ്പം എന്താണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ട അപ്പൊ തന്നെ ഓർത്തോളൂ. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് ഇടണം, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ഇടണം എന്ന് മാത്രം അവിടെ നമ്മൾ ഓർത്താൽ മതി. ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Okay. The price of a book increases first by 20% and then by 10%. What is the net increase in the price? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സും വൈയും ഇൻക്രീസ് ആണ് അല്ലെ. നമുക്ക് എഴുതി നോക്കാം. എക്സ് എന്ന് പറഞ്ഞാല് +20 ആണ്, വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? +10 ആണ്. ഇതിനെ ഉണ്ടല്ലോ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇച്ചിരി ലോങ് മെത്തേഡ് ആണെന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെർസെന്റേജിൽ എപ്പോഴും നമ്മള് ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാല് 100 ആണ് എടുക്കാന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തേത് 20% ഇൻക്രീസ് ആണ്, രണ്ടാമത്തേത് 10% ഇൻക്രീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞാല് 20% ഇൻക്രീസ് ആണെങ്കിൽ ഒറിജിനൽ വാല്യൂ 100 ആണെങ്കിൽ 100 + 20 ആയിരിക്കും ആദ്യത്തെ വാല്യൂ. ഓക്കെ, അതായത് 120. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്? then by 10% of x ആണ്. അതായത് y എന്ന് പറഞ്ഞാല് എക്സിന്റെ അതായത് 120നേക്കാൾ 10% കൂടുതലാണെന്ന് പറയുന്നത്. അതായത് 120യുടെ 10% പ്ലസ് 120 × 10/100. അതായത് 12 120 + 12 അതായത് 132. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ പെർസെന്റേജ് ഇൻക്രീസ് എത്രയാണെന്ന് അറിയോ? ഈ y ഉണ്ടല്ലോ, y മൈനസ് ഒറിജിനൽ വാല്യൂ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ 100. അതായത് 132 - 100 അതായത് 32% ഇൻക്രീസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഫോർമുല ഉപയോഗിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ട്. അത് നമുക്ക് സോളിഡ് ആയിട്ട് ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് പറയുന്നേ ഇല്ല. അതായത് ഇത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ട്, ഇത്ര പെർസെന്റേജ് ഡിക്രീസ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ ഒരു ഒറിജിനൽ വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു പേനയ്ക്ക് 10 രൂപയുണ്ട്, അത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ 10% കൂടി, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ 20% കുറഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടുത്തെ ഒറിജിനൽ വാല്യൂ ആ 10 രൂപയായിരിക്കും. നമ്മുടെ പേനയുടെ 10 രൂപയായിരിക്കും ഒറിജിനൽ വാല്യൂ. പക്ഷെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലൊന്നും എന്താണ് ഒരു ഒറിജിനൽ വാല്യൂവിനെ പറ്റി പറയുന്നേ ഇല്ല, മെൻഷൻ ചെയ്യുന്നേ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിന്റെ ഒറിജിനൽ വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. ആ 100ൽ നിന്ന് എന്താണ് തന്നിരിക്കുന്ന ഇൻക്രീസ് ആണെങ്കിൽ 20 എഴുതാം, +20 എഴുതാം, ഡിക്രീസ് ആണെങ്കിൽ -20 എഴുതിയാൽ മതി. എന്നിട്ട് എന്താണ് നമ്മൾ വീണ്ടും തന്നിരിക്കുന്നത് വൈയിൽ എത്തുമ്പോ ആദ്യം എക്സ് ഇൻക്രീസ് ചെയ്തു, അതിനുശേഷം വൈ ഡിക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ് ആവുന്നുണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ ഫൈനൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത്. ആ വാല്യൂ ഒറിജിനൽ വാല്യൂവിനേക്കാളും എത്ര മാത്രം വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ തന്നെ നമ്മൾക്ക് അതിന്റെ ഒരു നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് കാണാൻ പറ്റും. ഇത് നെറ്റ് ഇൻക്രീസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ? 132 - 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ +32 അല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻക്രീസ്. അത് മൈനസ് ആണെങ്കിൽ ഡിക്രീസ് ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഈ പറയുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതായത് x + y + xy, x + y + xy/100 ഇതാണ് നമ്മളുടെ ഫോർമുല എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എക്സ് എത്രയാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എക്സും വൈയും അല്ലെ. അപ്പൊ എക്സ് +20 ആണ് അല്ലെ. 20 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ +20 ആണ്, സോറി 10 ആണ്. അതായത് വീണ്ടും +10 എഴുതി +20 × 10/100. ഓക്കെ, അതായത് 30. 20 + 10 30 അല്ലേ. 30 + 2 32%. ഇത് വളരെ ക്വിക്കായിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഇക്വേഷൻ വഴി ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വാല്യൂ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഈ 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും, നിങ്ങളുടെ ടൈം അവിടെ സേവ് ചെയ്യാനും പറ്റും. നമുക്ക് ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം.
A retailer offers 2 successive discounts of 20% and 30%. What is the net decrease in the price? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് സക്സസീവ്, 2 സക്സസീവ് ഡിസ്കൗണ്ടുകളാണ് പറയുന്നത് അല്ലെ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വാല്യൂവിനേക്കാളും കുറച്ച് പൈസ കുറവായിട്ട് കൊടുക്കുമ്പോഴാണ് അത് ഡിസ്കൗണ്ട് ആവുന്നത് അല്ലെ. നമ്മളുടെ കയ്യിൽ ഒരു 10 രൂപയുടെ സാധനം ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ 20% ഡിസ്കൗണ്ടിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒന്നും വേണ്ട, നിങ്ങൾക്ക് പലപ്പോഴും പല സാധനങ്ങളും 50% ഡിസ്കൗണ്ടിൽ കിട്ടും. അതായത് 100 രൂപയുടെ സാധനം 50% ഡിസ്കൗണ്ട് ആവുകയാണെങ്കിൽ അവിടെ 50 രൂപയല്ലേ ആവുക, അതായത് ഒറിജിനൽ വാല്യൂവിനേക്കാളും കുറവല്ലേ. അപ്പൊ അത് ഇവിടെ എപ്പോഴും ഡിക്രീസ് ആണ് വരിക, മനസ്സിലായില്ലേ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിക്രീസ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, റീറ്റെയിലർ 2 പ്രാവശ്യം, അതായത് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 20% ആദ്യത്തെ ഡിസ്കൗണ്ട്, അതായത് ആദ്യത്തെ ഡിക്രീസ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം, -20 ആദ്യത്തെ വാല്യൂ -20. ഇനി y എങ്ങനെയാ പറയുന്നത്, വീണ്ടും സക്സസീവ് ആയിട്ടുള്ള രണ്ടാമത്തെ ഡിസ്കൗണ്ട് ഉണ്ട്, അത് -30 ആണ്. ഓക്കെ, നമുക്ക് എക്സും വൈയും ഇവിടെ ഓൾറെഡി കിട്ടി. നമ്മള് ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, -20 പ്ലസ് -30 into -20 into -30 divided by 100. ഇങ്ങനെയാണ് വരിക. 100ന്റെ സീറോസ് കട്ട് ചെയ്ത് പോയി. നോക്കി, -20 പ്ലസും മൈനസും കൂടി ചേരുമ്പോൾ അവിടെ മൈനസ് ആയി, -30 ആയി. സോറി, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് -2 into -3 എത്രയാണ്, +6 ആണ് അല്ലെ. പിന്നെ എങ്ങനെയാ വരിക, -20 -30 കൂടി എങ്ങനെയാ, മൈനസും മൈനസും വരുമ്പോ അവിടെ പ്ലസ് ആണ് വരിക അല്ലെ. -50 പ്ലസ് 6 അതെത്രയാ, -15 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ -50 -6 ആണ് വരിക, അതായത് -44 ആണ്. അതായത് ഇയാൾക്ക് ഈ പറയുന്ന റീറ്റെയിലറിന് 44% ഡിക്രീസ് ആണ് മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒറിജിനൽ വാല്യൂവിനേക്കാളും. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ രീതി ഒന്ന് ചെയ്ത് നോക്കാം. 100 ആണ് ഒറിജിനൽ വാല്യൂ എന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ എക്സ് ആണ്, നമ്പർ 1 എന്ന് പറയുന്നത് എക്സ് ആണ്, അതായത് 100 - 20 ആണ്. ഓക്കെ, അതായത് 80. ആദ്യത്തെ വാല്യൂ 80 ആണ്. രണ്ടാമത്തെ വാല്യൂ y ആണ്. y എന്ന് പറഞ്ഞാല് എങ്ങനെയാണ്, 80 മൈനസ് എങ്ങനെയാ വരിക, ഡിഗ്രീസ് എത്രയാണ്, ഇതിനേക്കാളും 30% ആണല്ലേ, 30% ഓഫ് 80 ആണ്. അതായത് 80 - 30 into 80 ഡിവൈഡഡ് ബൈ 100, അതായത് ഇത് ക്യാൻസൽ ആയി 324 ആണ്. ഓക്കെ, 80 - 24 എന്ന് പറഞ്ഞാല് എത്രയാണ്, 14 അല്ല, 10 4 പോയ 6, 7 2 പോയ 56. ഓക്കെ, 56. ഇതാണ് നമ്മുടെ y എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ 56. നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, ഒറിജിനൽ വാല്യൂ മൈനസ് y ആവണം, അതായത് 100 - 56 ആണ് അല്ലെ. 100 - 56 എന്ന് പറഞ്ഞാല് 10 6 4 9 9 5 4. അപ്പൊ ഇവിടെ ആൻസർ എത്രയായി, 44%. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. The price of a car is first increased by 40% and then reduced by 20%. What is the net percentage change in the price? ഇവിടെ എങ്ങനെയാണ്, ആദ്യം ഒരു ഇൻക്രീസ് വന്നു, എന്നിട്ട് ഒരു ഡിക്രീസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, പ്ലസ് ആണല്ലേ, അതായത് +40 ആണ്. കാര്യം എന്താണ്, ഇവിടെ ഇൻക്രീസ് ആണ്. അടുത്ത വാല്യൂ എങ്ങനെയാണ്, റെഡ്യൂസ്ഡ് ബൈ 20% ആണ് പിന്നെ വരുന്നത് അല്ലെ. അതായത് y എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബൈ 20% ആയതുകൊണ്ട് തന്നെ മൈനസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. x+y + xy / 100 അതാണ് നമ്മുടെ ഫോർമുല. അതായത് +40 + x + y എന്ന് പറഞ്ഞാൽ -20 ആണ് അല്ലെ, പ്ലസ് x+y + xy, അതായത് 40 into -20 divided by 100. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, +40 - 20 എന്ന് പറഞ്ഞാൽ 20 തന്നെയാണ് അല്ലെ. 40ൽ നിന്ന് 20 കുറഞ്ഞു, 20 +
4 into -2 എന്ന് പറഞ്ഞാൽ -8. അതായത് ഇവിടെ പ്ലസും മൈനസും വരുമ്പോ അവിടെ എന്തായി മൈനസ് ആയി അല്ലെ. ഇവിടെ 12% ആണ് ആൻസർ. നമുക്ക് നമ്മളെ മറ്റേ രണ്ടാമത്തെ പാറ്റേൺ വെച്ച് ചെയ്ത് നോക്കാം. അതായത് ആദ്യത്തേതെന്ന് പറഞ്ഞാല് അല്ലെ ഒറിജിനൽ വാല്യൂ 100 ആണെന്ന് നമുക്ക് അറിയാം. ഇനി എന്താ പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് 100-നേക്കാളും 40% കൂടി ആദ്യം, അതായത് 140 ആയി. അവിടെ എക്സ് എന്ന് പറയുന്നത് 140. വൈ എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ്, 140-നേക്കാളും 140-ന്റെ 20% കുറവാണ്. ഓക്കെ, അതായത് 140 മൈനസ് 140 ഇൻറ്റു 20/100, 14 2 28. ഓക്കെ, 140 മൈനസ് 28 എന്ന് പറഞ്ഞാല് 10 കുറച്ച 2, 13 2 കുറച്ച 13. ഓക്കെ, ഇനി നമ്മളുടെ ഇതെങ്ങനെയാണ്, y മൈനസ് ഒ ബി ആണ് അല്ലെ. y മൈനസ് ഒ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 മൈനസ് സോറി y എന്ന് പറഞ്ഞാൽ 112 അല്ല, 112 മൈനസ് 100, 12%. ഇനി ഒറിജിനൽ വാല്യൂ മൈനസ് y ആണെങ്കിൽ എങ്ങനെയാ വരിക, 100 മൈനസ് 112 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ -12 വരിക അല്ലെ. അപ്പം ഒന്നുമില്ല, ഇങ്ങനെ ഓർത്താൽ മതി. അതായത് നമ്മളുടെ y എന്ന് പറയുന്നത് ഈ പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, y എന്ന് പറയുന്ന 112 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് ഒറിജിനൽ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ 100-നേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്, പ്ലസ് ആണ്, ഇൻക്രീസ് തന്നെയാ വരുള്ളൂ, പ്രോഫിറ്റ് തന്നെയാ വരിക. ഓക്കെ, ഇനി ഈ 100-നേക്കാളും കുറവാണ് നമ്മളുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ, സപ്പോസ് 86 ആയിരുന്നു ഈ y എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ വാല്യൂവിനേക്കാളും താഴെയല്ലേ, അതുകൊണ്ട് എന്താണ് അത് എപ്പോഴും ഡിക്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പൊ എന്താ പറയുന്നത്, ഇവിടെ 112 മൈനസ് 100 ആണ്, അതായത് 12% ആണ് നമ്മളുടെ ഫൈനൽ വാല്യൂ. ഇങ്ങനെയാണ് ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് പെർസെന്റേജിൽ നിന്ന് വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, A's income is 70% of B's. B's income is 50% of C's. If C's income is 10,000, what is the income of A? അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ബിയുടെ 70% എയുടെ ഇൻകം, അതുപോലെ തന്നെ സിയുടെ 50% ബിയുടെ ഇൻകം. ഇനി സിയുടെ ഇൻകം 10,000 രൂപയാണെങ്കിൽ എയുടെ ഇൻകം എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ഡേറ്റ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ഈ ഡേറ്റ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ എന്ന് പറഞ്ഞാൽ 70% ഓഫ് ബി ആണ്. രണ്ടാമത് തന്നിരിക്കുന്ന കാര്യം, ബി എന്ന് പറഞ്ഞാൽ സിയുടെ 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 50% ഓഫ് സി. മൂന്നാമത് പറയുന്ന കാര്യം എന്താണ്, സി എന്ന് പറഞ്ഞാൽ 10,000 ആണ്, സിയുടെ ഇൻകം 10,000 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം, എ എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, ഞാൻ ചെയ്ത് നോക്കുകയാണ്. അതായത് നമ്മളുടെ കയ്യിൽ ഓൾറെഡി സിയുടെ വാല്യൂ ഉണ്ട്. ഈ സിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. ബിയുടെ വാല്യൂ കാണുകയാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂവും കാണാം. നമുക്ക് ആദ്യം സി എത്രയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സി അല്ല, നമുക്ക് ആദ്യം ബി എത്രയാന്ന് നോക്കാം. കാര്യം സി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ബി എന്ന് പറഞ്ഞാല് 50% ഓഫ് സി ആണ്. സി എന്ന് പറഞ്ഞാൽ 10,000 ആണ് അല്ലെ. അതായത് 50/100 ഇൻറ്റു 10,000. 100ഉം 100ഉം പോയി. 50 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 5,000. നമുക്ക് ബിയുടെ വാല്യൂ 5,000 ആണെന്ന് കിട്ടി. ബിയുടെ വാല്യൂ 5,000 കിട്ടിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടില്ലേ. അപ്പൊ എ ഈക്വൽ ടു 70% ഓഫ് ബി എന്നാ പറയുന്നത് അല്ലെ. 300ഉം 100ഉം പോയി. 70 ഇൻറ്റു 50, 7 ഇൻറ്റു 5 35 ആണ്. 2 0 കൂടി കൂട്ടുമ്പോൾ 3500. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പൊ എയുടെ വാല്യൂ എങ്ങനെ കിട്ടിയ, എത്ര കിട്ടിയ, 3,500. മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഓൾറെഡി നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ടാവും. അത് ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ
എന്താണ് ഓരോ ഡേറ്റും ഈ തന്നിരിക്കുന്ന ഫോർമുല അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു ഹിന്റിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ ഓരോന്നിന്റെ വാല്യൂ കണ്ടെത്തുകയാണ്. അങ്ങനെ നമുക്ക് ഫൈനലി നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ നമ്മൾ എന്താണ് വളരെ എളുപ്പത്തിൽ തന്നെ എത്തുകയാണ്. വലിയ അധികം ടൈം ഒന്നും എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ അല്ല. ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന്. പക്ഷെ ചെയ്തു വരുമ്പോൾ അതൊന്ന് ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് സോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളുടെ ഡേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഒരിടത്ത് എഴുതി വെക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു എന്താ പറയുക ഇതിന്റെ ഒരു ഐഡിയ നമ്മളുടെ കയ്യിൽ കിട്ടും. അപ്പം എപ്പോഴും മാത്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് നോട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഒരിടത്തൊന്ന് വൃത്തിയായിട്ടൊന്ന് എഴുതി വെച്ച് നോക്കുക തന്നിരിക്കുന്ന ഡേറ്റ് എന്താണെന്ന്. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ എങ്ങനെ നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾക്ക് ആദ്യം ഇത് വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇതിന്റെ ഡേറ്റ് ജസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ എ ബാസ്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് 60% are mangoes and remaining are apples. In that 25% of apples are raw and the remaining are ripe. Of the mangoes 80% are ripe and the rest are raw. So question is, what percentage of raw fruits are mangoes? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഒരു ബാസ്കറ്റില് 60% എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 100 അല്ലേ? അതായത് 100 ഫ്രൂട്ട്സ് ഉള്ള ഒരു ബാസ്കറ്റില് 60% എന്താണ്? മാംഗോസ് ആണെന്നാ പറയുന്നത്. 60% മാംഗോസ് ആണ്. 100 എണ്ണുള്ളിടത്ത് 60% മാംഗോ ആണെങ്കിൽ ബാക്കി 40% ആപ്പിൾസ് അല്ലേ? അപ്പൊ ആപ്പിളിന്റെ കണക്ക് നിങ്ങൾക്ക് കിട്ടില്ലേ? 100-ല് 60% മാംഗോസ് ആണെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് 40% എന്തായിരിക്കും? ആപ്പിൾസ് ആയിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, എഴുതി വെക്കാം. മാംഗോസ് എത്രയാണ്? 60% ആണ്. അപ്പം ആപ്പിൾസ് 40% ആണ്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഇൻ ദാറ്റ് 25% ഓഫ് ആപ്പിൾസ് ആർ റോ. തന്നിരിക്കുന്ന ആപ്പിൾസ് എത്രയാണ്? 40 എന്ന് പറഞ്ഞില്ലേ? അതായത് 100ന്റെ 40% 40 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പെർസെന്റേജ് സിമ്പിൾ കളഞ്ഞത്. അപ്പൊ ആപ്പിൾ എന്ന് പറയുന്നത് 40 അല്ലേ? അതിന്റെ 25% എന്ന് പറഞ്ഞാല് റോ ആണ്. ഓക്കെ, ബാക്കി അതെ 40യുടെ ബാക്കി 15 അല്ലേ? 15% റൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി മാംഗോസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ 60-ല് 80% റൈപ്പ് ആണെങ്കിൽ 20%, ബാക്കി 20% ആയിരിക്കും റോ. ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മളുടെ കയ്യിലുള്ള ഡേറ്റ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? വാട്ട് പെർസെന്റേജ് ഓഫ് റോ ഫ്രൂട്ട്സ് ആർ മാംഗോസ്? വാട്ട് പെർസെന്റേജ് ഓഫ് റോ ഫ്രൂട്ട്സ്? റോ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ എത്ര കിട്ടണം ഒന്ന് നോക്ക്. ആപ്പിളിന്റെ റോ എന്ന് പറഞ്ഞാല് 40-യുടെ 25% ആണ്. മാംഗോന്റെ റോ എന്ന് പറഞ്ഞാൽ ഇതാ 60-യുടെ 20% ആണ്. ജസ്റ്റ് ഒന്ന് നോക്കാണ്. റോ ആപ്പിൾ എത്രയാണ്? 40 into 25/100. 25 100-ല് 4 14 കിട്ടും. അതായത് 10 റോ ആപ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇനി മാംഗോസ് എത്രയാ? മാംഗോസ് റോ എത്രയാ? 20/100. 20% ഓഫ് 60. ഓക്കെ, 2 into 6 12. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് തന്നിരിക്കുന്ന മൊത്തം അതായത് ഈ 100 ഫ്രൂട്ട്സിൽ ഓക്കെ 10 റോ ആപ്പിൾസും ഉണ്ട്, 12 റോ മാംഗോസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഡേറ്റ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇതാണ് ഈ ഡേറ്റ ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് പെർസെന്റേജ് ഓഫ് റോ ഫ്രൂട്ട്സ് ആർ മാംഗോസ് അല്ലെ? ഇതാണ് ചോദ്യം. അതായത് തന്നിരിക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന ഈ ഒരു ബാസ്കറ്റില് 10 റോ ആപ്പിൾസും ഉണ്ട്, 12 റോ മാംഗോസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന റോ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ
മാംഗോസും ആപ്പിൾസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ റോ ഫ്രൂട്ട്സിൽ എത്ര ശതമാനമാണ് റോ മാംഗോസ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എയും ബിയും ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. അതായത് A/B × 100 എന്ന് പറഞ്ഞില്ലേ, ബേസ് വാല്യൂ × 100. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് ഇത് എത്ര പെർസെന്റേജ് റോ മാംഗോസ് ഉണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എത്ര റോ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ റോ ഫ്രൂട്ട്സ് എത്രയാണ് ഇവിടെ? 12 + 10, അതായത് 22 റോ ഫ്രൂട്ട്സ് ഉണ്ട്. അതില് റോ മാംഗോസിന്റെ പെർസെന്റേജ്, ഇതാണ് ചോദ്യം. അതായത് തന്നിരിക്കുന്നതിൽ എത്ര മാംഗോ ഉണ്ട്? 12 അല്ലെ. 12 എത്രയാണ് ചോദിക്കുന്നത്? 12 ബൈ ബേസ് വാല്യൂ എത്രയാണ്? 22. ടോട്ടൽ എത്രയാണ്? 22 × 100. ഓക്കെ, അതായത് 600/11. 600/11 നമ്മൾ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 54.5 ഒക്കെ വരും. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന റോ ഫ്രൂട്ട്സിൽ 54.5% അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ ഒരു വാല്യൂ എന്താണ്, ഈ ഒരു പെർസെന്റേജ് റോ മാംഗോസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വലിയ സ്റ്റെപ്സ് ഒക്കെ ചെയ്യേണ്ടിയുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും പുതിയതായിട്ടുള്ളതില്ല. ആകെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് എഴുതി വരുമ്പോൾ നമുക്ക് എന്താണ് ഓരോന്നിന്റെ വാല്യൂ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഈവൻ ഈ ഫൈനൽ വാല്യൂ ഉണ്ടല്ലോ, ഇതുപോലും എന്താണ് നമ്മൾക്ക് അറിയുന്ന നമ്മളുടെ പെർസെന്റേജിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത് അല്ലെ, A/B × 100 എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ആദ്യം എഴുതി നോക്കുക. തന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ട് മൊത്തം ഒന്നൊന്ന് നോട്ട് ചെയ്തൊന്ന് എഴുതി വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യനിൽ ഏത് വാല്യൂ ആണ് വേണ്ടത് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ആ വാല്യൂ കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെ എഴുതി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 100? ചോദ്യം എങ്ങനെയാണ്, ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 100. 100 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും എടുക്കാം. ഓഡ് നമ്പേഴ്സ് അപ് ടു ശ്രദ്ധിക്കണം, അപ് ടു 100 അല്ലെ. അതായത് നിങ്ങൾക്ക് 100 മുൻപ് വരുന്ന എല്ലാ ഓഡ് നമ്പേഴ്സും, ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും എടുത്ത് നോക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ഓർത്താൽ മതി. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 50 അല്ലേ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആൻസർ ശരിക്കും പറഞ്ഞാൽ 50 അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100ൽ 50 ഈവൻ നമ്പറും ഉണ്ടാവും, 50 ഓഡ് നമ്പറും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 100ന്റെ ഉള്ളിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ എന്താണ് ആവറേജ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. കാര്യം 50 ഓഡ് നമ്പേഴ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നാണെങ്കിൽ എന്താണ്, ഇങ്ങനെയാണ് വരിക. അതായത് 1 തൊട്ട് 99 വരെയുള്ള കണക്കെടുക്കുക. അതായത് അപ് ടു 100 ആണ്. അപ് ടു 100 എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ് ടു 100 ആണെങ്കിൽ അവിടെ എന്താണ് ശ്രദ്ധിക്കണം, 99 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. 100 എടുക്കാൻ പാടില്ല. കാര്യം അപ് ടു എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. ഇനി 99 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെയും റിപ്പീറ്റഡ്ലി ഒരു പാറ്റേൺ വരുന്നില്ലേ? കണ്ടില്ലേ? 97ഉം 99ഉം തമ്മിൽ 2ന്റെ വ്യത്യാസമുണ്ട്. 1ഉം 3യും തമ്മിൽ 2, 3യും 5ഉം തമ്മിൽ 2. കാര്യം ഓഡ് നമ്പേഴ്സ് ആണ്. അവിടെ എന്താണ്, അതിനൊരു പാറ്റേൺ ഉണ്ട്. അങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഒത്തിരി നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മിഡിൽ വാല്യൂ കണ്ടെത്താന്ന്, ഇതിൽ മിഡിൽ വാല്യൂല് വരുന്നത് 50 ആയിരിക്കും. പക്ഷേ ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ ഹയസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ബൈ 2.
ഒത്തിരി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് കാണാനായിട്ട് ഹയസ്റ്റ് വാല്യൂ തന്നിരിക്കുന്ന എക്സ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ ആദ്യത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിന്റെ ആവറേജ് കണ്ടെത്താൻ പറ്റും. അതായത് ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, 99 പ്ലസ് 1/2, അതായത് 100/2. ആൻസർ എത്രയാണ്? 50 ആണ് ആൻസർ വരിക. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് ഷോർട്ട് കട്ട് പോലെയാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഇതിപ്പം ഓഡ് നമ്പേഴ്സ് അപ് ടു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം എഴുതി സം ചെയ്ത് അതിന്റെ ഇടയിൽ ടോട്ടൽ നമ്പർ എഴുതിയിട്ടൊക്കെ അതിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനുള്ള എളുപ്പ വഴിയാണ് ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സിന്റെ ഒരു ആവറേജ് കാണാൻ പറയുകയാണെങ്കിൽ അപ്പൊ ഓർത്തോളാം ഇങ്ങനെ എഴുതുക. അതില് ഫസ്റ്റ് നമ്പറിന്റെയും ലാസ്റ്റ് ഒക്കർ ചെയ്യുന്ന നമ്പറിന്റെയും അതായത് ഹയസ്റ്റ് വാല്യൂന്റെയും ലോവസ്റ്റ് വാല്യൂന്റെയും സം എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് അതിന്റെ ആൻസർ. ഇവിടെ ആൻസർ 50 ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 120. അപ്പൊ എത്രയാണ്? ഓൾ ഈവൻ നമ്പേഴ്സ് അല്ലെ? ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം, ബിറ്റ്വീൻ ആണ്. നേരത്തെ അപ് ടു എന്ന് പറഞ്ഞപ്പോ 100 വരെ ഉള്ളത് എടുത്തു. അതായത് 99 എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ എൻഡ് ചെയ്തിരുന്നു. കാര്യം അപ് ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഏത് വാല്യൂവിൽ തുടങ്ങണം എന്ന് നമുക്ക് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം അപ് ടു 100 എന്ന് പറയുമ്പോൾ അത് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാമായിരുന്നു. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ 100 and 120 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ 100 and 120 ആണെങ്കിൽ എന്താണ്? 100നും 120നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. അതായത് അവിടെ 100 ഇൻക്ലൂഡഡ് അല്ല, അതുപോലെ തന്നെ 120ഉം ഇൻക്ലൂഡഡ് അല്ല. നമ്മൾക്ക് എങ്ങനെയായിരിക്കും നമ്മളുടെ ആൻസർ അല്ലെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻസ് എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? 100 കഴിഞ്ഞിട്ട് വരുന്ന ഈവൻ നമ്പർ, ക്വസ്റ്റ്യനിൽ ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 120 ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 100 കഴിഞ്ഞിട്ട് വരുന്ന ഈവൻ നമ്പർ എത്രയാണ്? 102 ആണ് അല്ലെ? അത് കഴിഞ്ഞാൽ 104 വന്നു. പിന്നെ എത്ര നമ്പർ വരും? പിന്നെ എത്ര? 120 ആണ്. 120ക്ക് മുൻപ് വരുന്ന ഈ ഈവൻ നമ്പർ എത്രയാണ്? 118 അല്ലേ? നമുക്കിവിടെ ഓൾറെഡി ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ കിട്ടിയില്ലേ? അതായത് 118. നമുക്കറിയാം ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മളുടെ ആൻസർ എന്ന് നമുക്കറിയാം, ആവറേജ് എന്ന് അറിയാം. അപ്പൊ നോക്കാണ് ഇവിടെ ഹയസ്റ്റ് വാല്യൂ 118 ആണ് പ്ലസ് ലോവസ്റ്റ് വാല്യൂ 102 ആണ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് വരിക. അതായത് 118 പ്ലസ് 102 220. അപ്പൊ ആൻസർ എത്രയാണ്? 220 ഡിവൈഡഡ് ബൈ 2, അതായത് 110. ഇതാണ് അതിന്റെ ആൻസർ, 110. ഇനി ഈ 100ഉം 120ഉം വരുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇടയിൽ എത്രയാണ്? ഒരു ഇതിന്റെ മിഡിലായിട്ട് വരുന്ന നമ്പർ 110 ആയിരിക്കില്ലേ? ഈ 100ഉം 120 വരെയുള്ള നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതിയാൽ പോലും അതിന്റെ മിഡിൽ വാല്യൂ വരുന്നത് എത്രയാണ്? 110 ആയിരിക്കില്ലേ? 110 മുൻപ് 10 ഇങ്ങോട്ടും 10 അങ്ങോട്ട് അല്ലെ? അപ്പം മിഡിൽ വാല്യൂ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് ഒബ്സർവേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും, 110 ആണെന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഒന്നുകൂടി അതൊന്ന് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഒരു ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ആൻസർ നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 110 ആണ്. 100നും 120ക്ക് ഇടയിലുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് നോക്കുമ്പോൾ അത് 110 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 100 which are divisible by 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. 10നും 100നും ഇടയിൽ അല്ലെ? 10 കഴിഞ്ഞിട്ട് 100ന് മുൻപ്, അതാണ് ബിറ്റ്വീൻ വരുന്നത് അല്ലെ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ രണ്ടും എടുക്കാൻ പാടില്ല, ഇതിനിടയിൽ വരുന്ന വാല്യൂസ് ആണ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതായത് 10 കഴിഞ്ഞിട്ട് വരുന്നതും 100ന് മുൻപ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള നമ്പേഴ്സ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇനി ഈ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം അതായത് 10നും 100നും ഇടയിലുള്ള 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്.
6 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അവിടെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ വരും. കാര്യം ഓരോ നമ്പറും തമ്മിൽ എത്രയാണ് 6 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഡിഫറൻസ് ഉണ്ടാവും. 6 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ വാല്യൂവിനും ഇടയിൽ 6 എന്ന് പറയുന്ന നമ്പറിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. നമുക്ക് അവിടെ ഒരു കോമൺ പാറ്റേൺ കിട്ടി. അതായത് 10 കഴിഞ്ഞിട്ട് 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഏത് നമ്പറാ വരുന്നത്? 10 കഴിഞ്ഞാൽ 11 ഡിവിസിബിൾ ആണോ? അല്ല, 12 ഡിവിസിബിൾ ആണ് അല്ലെ. നമ്മളുടെ ലോവസ്റ്റ് വാല്യൂ ഓൾറെഡി കിട്ടി 12. അത് കഴിഞ്ഞിട്ട് പിന്നെ 100ന് മുൻപ് വരുന്ന 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 99 എന്തായാലും വരില്ല. 98 വരും. 98 ചെയ്ത് നോക്കുമ്പോ എങ്ങനെയാ വരിക? 98 എന്ന് പറയുമ്പോ 38 ഡിവിസിബിൾ അല്ല. പിന്നെ അത് ഏതാ? 96 വരികയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കാര്യം ഇവിടെ 36 വന്നാൽ കറക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ 96 ഡിവിസിബിൾ ആണോ നോക്കാം. 3 വന്നു, 36 വന്നു. അപ്പൊ 36 × 6 × 6 ആണ് 36. അപ്പൊ 96 ഡിവിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 96. അതായത് ഇതാണ് നമ്മളുടെ ഹയസ്റ്റ് വാല്യൂ, ഇത് നമ്മളുടെ ലോവസ്റ്റ് വാല്യൂ ആണ്. അതായത് 96 + 12 എത്രയാണ്? 8. 108. 108 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 54 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 54 ആണ്. 10നും 100നും ഇടയിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്ത് വെച്ചിട്ട്, അതാണ് നമ്മളുടെ ഈ കാണുന്ന സെറ്റ് ഓഫ് വാല്യൂ കേട്ടോ. ആ നമ്പേഴ്സിന്റെ എല്ലാം ആവറേജ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ എന്താണ് 10 കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ 12 ആണ്. 100ന് മുൻപ് വരുന്നത് 96 ആണ്. അങ്ങനെ നമ്മൾക്ക് ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും കിട്ടി. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ സം കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. ആൻഡ് നമ്മൾക്ക് ആൻസർ അവിടെ 54 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the average of first 10 even numbers divisible by 4. അതായത് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് ആ പറയുന്നത്. ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഏത് നമ്പറിൽ അവസാനിക്കണം എന്ന് അവിടെ പറയുന്നില്ല. ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4. അപ്പൊ ഫസ്റ്റ് 10 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് 1 നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 10 നമ്പേഴ്സ് എടുക്കുക, ഈവൻ നമ്പേഴ്സ് എടുക്കുക. അതിന്റെ എന്താണ് ആവറേജ് കാണാം. ഇതാണ് നമ്മളുടെ ചോദ്യം. അതായത് നമ്മൾ നോക്കുകയാണ്, ആദ്യത്തിൽ എന്തായാലും 4 ആയിരിക്കും അല്ലെ. പിന്നെ നിങ്ങൾ 10 എണ്ണം ഇങ്ങനെ എഴുതി നോക്കേണ്ടി വരും. 4 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 12, അങ്ങനെ 10 എണ്ണം കണ്ടെത്തണം. അതിനേക്കാളും നല്ലൊരു എളുപ്പ വഴിയുണ്ട്. അതായത് 4നെ സിൻസ് നമ്മൾ ഇത് ആദ്യമേ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് നോക്കിയാൽ പോരെ. അപ്പൊ 4 × 1 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ആദ്യത്തെ നമ്പർ. അതുപോലെ തന്നെ 4 × 10 ആയിരിക്കില്ലേ ഇതിന്റെ അവസാനത്തെ നമ്പർ. മനസ്സിലായോ? അപ്പം തുടക്കം, അതായത് 1 × 4 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ ആ 4 എന്ന് പറയുന്നിടത്ത് നിന്നല്ലേ നമ്മൾ ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 × 4 എന്ന് പറയുന്നത് പോലെ തന്നെ 10 × 4 ആയിരിക്കും ഇതിന്റെ 10th നമ്പർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു പാറ്റേൺ കിട്ടി. ആ പാറ്റേൺ നോക്കുമ്പോൾ എന്താണ്, നമ്മൾക്ക് ലോവസ്റ്റ് വാല്യൂ 4 കിട്ടി, ഹയസ്റ്റ് വാല്യൂ 40 കിട്ടി. ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ആൻസർ 44 ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്മളുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 22 ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദി ആവറേജ് ഓഫ് 1, 3, 5, 7, 9 to 15 ടേംസ് ഈസ്. ഇവിടെ എന്താണ്, നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ തുടങ്ങുന്ന നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻഡിങ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു nth ടേം ആയിട്ടാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? 1, 3, 7 5 അല്ലെ. 1, 3, 5, 7, 9 nth ടേം അല്ലെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആ n കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക്. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ടാവൂലേ. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിലും AP ഉണ്ട് അല്ലെ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. ഓരോന്നും ഒരു പെർട്ടിക്കുലർ കോമൺ ഡിഫറൻസ് വെച്ചിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു AP അല്ലെങ്കിൽ ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പർ, ഇങ്ങനെ കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ട് അതിന്റെ nth ടേം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഫോർമുല ഉണ്ട്. A+
n minus 1 into d. ഇതാണ് ഫോർമുല. a plus n minus 1 into d. അപ്പൊ ഇങ്ങനെ എന്താണ് nth ടേമിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ nth ടേം കണ്ടെത്തണം. നമുക്കിവിടെ nth ടേം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? n എന്ന് പറയുന്നത് 15 ആണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാ കാണുക? ഇവിടെ എങ്ങനെയാ കാണുക? a എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. a എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന നമ്പർ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ ആണ് a. 1 പ്ലസ് n എത്രയാണ്? 15. 15 മൈനസ് 1 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, ഇതിന്റെ വ്യത്യാസം. ഡിഫറൻസ് എത്രയാണ്? ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. ഇതിന്റെയും 2 ആണ്. അപ്പൊ ഇതിനൊരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു AP ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ d എന്ന് പറയുന്നത് 2 ആണ്. 1 പ്ലസ് 14 ഇൻറ്റു 2, അതായത് 1 പ്ലസ് 28, 29 ആയിരിക്കും n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ആൻസർ എത്രയായിരിക്കും? 29 ആയിരിക്കും. ഇനി നമ്മളോടുള്ള ചോദ്യം എന്താണ്? ആവറേജ് കാണാനല്ലേ. അതായത് ഹയസ്റ്റ് വാല്യൂ 29 കിട്ടി, പ്ലസ് ലോവസ്റ്റ് വാല്യൂ 1 ആണ്, ബൈ 2, 30/2. ആൻസർ എത്രയാണ്? 15. ഇതാണ് ആൻസർ. മനസ്സിലായില്ലേ? അതായത് nth ടേം ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഒരു ഫോർമുല, അതായത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല വെച്ചിട്ട് ആദ്യത്തെ ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടത് nth ടേം, അതായത് n എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് nth ടേം നിങ്ങൾ കണ്ടെത്തണം. ആ nth ടേം ആയിരിക്കും മിക്കപ്പോഴും നിങ്ങളുടെ ഹയസ്റ്റ് വാല്യൂ. ആ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ 15 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാണ്. ദി ആവറേജ് ഓഫ് 5 consecutive numbers is 24. Find the highest value. Average of 5 consecutive numbers is 24. Find the highest value. ഇതാണ് ചോദ്യം. അപ്പൊ 5 consecutive numbers എന്ന് പറയുമ്പോഴേ ഇതിൽ ഏതൊക്കെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സപ്പോസ് 5th നമ്പർ നമ്മൾക്ക് അറിയാവുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് മുൻപുള്ള ഒരു 4 എന്തെങ്കിലും കോമൺ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അത് സാധിക്കില്ലല്ലോ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മള് സാധാരണ ഒരു കോമൺ ആവറേജിന്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് നിങ്ങളുടെ വാല്യൂ എന്ന് പറഞ്ഞാല് ആദ്യത്തെ നമ്പർ എക്സ് ആയിരിക്കും, അടുത്ത കോൺസിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് 1 ആയിരിക്കും. അപ്പൊ അടുത്തത് എക്സ് പ്ലസ് 2 ആയിരിക്കും, എക്സ് പ്ലസ് 3 ആയിരിക്കും, ആൻഡ് എക്സ് പ്ലസ് 4 ആയിരിക്കും. കാര്യം 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ, 1 2 3 4 5 ഇതായിരിക്കും നിങ്ങളുടെ നമ്പേഴ്സ്. ആവറേജ് എങ്ങനെയാ കാണാം? സം ബൈ ടോട്ടൽ അല്ലേ. അതായത് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എന്താണ്? 5 നമ്പേഴ്സ് അല്ലേ, 5. അതായത് 1 2 3 4 5 5x പ്ലസ് 1 പ്ലസ് 2 3 ആണ്, 3 പ്ലസ് 3 6 ആണ്, 6 പ്ലസ് 4 10 ആണ്. 5x പ്ലസ് 10/5 ആയിരിക്കും. എത്ര? ഇതിന്റെ ആവറേജ് ഓൾറെഡി തന്നിട്ടില്ലേ 24 എന്ന്. നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് 24. അതായത് സം ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് ആണ്. അതായത് 5x പ്ലസ് 10/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ആവറേജ് ആണ്, 24 ആണ് അല്ലെ. ഇതിന് എക്സ് കണ്ടെത്തണം. ഈ 24 × 5 ഇങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, 24 × 5 എത്രയാണ്? 20 × 5 100 പ്ലസ് 4 × 5 20. അതായത് 100 പ്ലസ് 20 120 അല്ലെ. 120 ഈക്വൽസ് 5x പ്ലസ് 10. ഓക്കെ, അതായത് 5x നോക്കുകയാണെങ്കിൽ 120 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലെ, 110. എക്സ് എന്ന് പറഞ്ഞാൽ 110 ഡിവൈഡഡ് ബൈ 5 ആണ്. 110 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 22 ആണ്. നിങ്ങൾക്ക് ഇവിടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 22 ആണ് കിട്ടുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾക്ക് ഇതില് ഹയസ്റ്റ് വാല്യൂ കിട്ടണം അല്ലെ. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ ഉണ്ടാവുക? എക്സ് പ്ലസ് 4 അല്ലേ. നിങ്ങൾക്ക് ഇവിടെ എക്സ് എത്രയാണ്? 22 അല്ലേ. 22 പ്ലസ് 4 എത്രയാണ്? 26 ആണ്. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? 26 ആണ്. ഇനി ഇത് നിങ്ങൾക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ആൻസർ 26 കിട്ടും. ഓക്കെ, ഇനി
ഇതിലും എളുപ്പത്തിൽ വേറൊരു സാധനം ചെയ്യാം. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 5 അല്ലേ? 5 നമ്പേഴ്സ് എന്തായാലും എഴുതി വെക്കാൻ എളുപ്പമല്ലേ? അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 24 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിങ്ങളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് തന്നിരിക്കുന്നത്. അതിനൊരു പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ ഏത് സെറ്റ് ആണോ അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും നമ്മുടെ ആവറേജ്. നമുക്ക് ഓൾറെഡി 24 കിട്ടി. പിന്നെ 5 നമ്പേഴ്സ് ആണുള്ളത്. മുന്നിലേക്ക് 2 ഉണ്ടാവും, പിന്നിലേക്ക് 2 ഉണ്ടാവും. 24 കഴിഞ്ഞാൽ 25, 25 കഴിഞ്ഞാൽ 26. ഇതാണ് ആൻസർ. എളുപ്പത്തിൽ കിട്ടിയില്ലേ? അപ്പൊ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ എന്താണ്, അതിനൊരു പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ ആവറേജ് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ നമ്പർ ആയിരിക്കും. അതിന് ഓൾറെഡി ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്. അത് 24 ആണ്. 24 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത രണ്ടാമത് വരുന്ന നമ്പർ ആയിരിക്കും അതിന്റെ ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കത് സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദി ആവറേജ് ഓഫ് 25 consecutive numbers is 30. Find the smallest. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഉണ്ടാവും. നമ്മൾ നേരത്തെ 5 ആയതുകൊണ്ടാണ് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനി നേരത്തെ നമ്മൾ ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലേ, എക്സ് കഴിഞ്ഞിട്ട് പിന്നെ കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് x+1 ആണ്. അങ്ങനെ നമുക്ക് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് അതിന്റെ ഹയസ്റ്റ് വാല്യൂ x+4 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? അതായത് എന്താണ് ഇതിന്റെ ഈ +4 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗ്യാപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 നമ്പേഴ്സിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആയിരിക്കും. അപ്പൊ 10 നമ്പേഴ്സ് ചോദിച്ചിട്ട് അതിന്റെ ഹയസ്റ്റ് വാല്യൂ എടുക്കാൻ പറയുമ്പോ അവിടെ 9 അല്ലേ ഈ ഒരു ഭാഗത്ത് വരിക. അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 9 ഗ്യാപ്സ് ആയിരിക്കും. എത്തിയോ? അപ്പൊ 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ചോദിച്ചിട്ട് ഈ 25 നമ്പേഴ്സിന്റെ ഫൈനൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? x+24 ആയിരിക്കും അല്ലെ? അതിന് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ +1 ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് 25 -1 വന്നത്. അതിന്റെ ഇവിടെ x+24 ആയത്. കത്തിയോ? ഈ ഗ്യാപ്പിൽ ഇനി കൺഫ്യൂഷൻ വരണ്ട. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതായത് 5 നമ്പേഴ്സിന് പറയുകയാണെങ്കിൽ x+1, x+2, x+3, x+4 ഇതല്ലേ 5 നമ്പേഴ്സ്. 1, 2, 3, 4, 5 നമ്പേഴ്സ് ആയില്ലേ? ഇതിന്റെ ഗ്യാപ്സ് എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഓർത്താൽ മതി. 1, 2, 3, 4. മനസ്സിലായോ? ഇതാണ് ഗ്യാപ്സ്. അപ്പൊ നിങ്ങൾക്ക് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ 5 -1 ആയിരിക്കും ഇതിന്റെ ഗ്യാപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇതിൽ എത്ര ഗ്യാപ്സ് വരുന്നുണ്ട്? 4 ഗ്യാപ്സ് ആണ് വരുന്നത്. അപ്പൊ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ ഗ്യാപ്സ് കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതിൽ എത്ര കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പർ -1 ആയിരിക്കും അതിന്റെ ഗ്യാപ്പ്. ഇനി ഒരു 38 നമ്പർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഹയസ്റ്റ് വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ഗ്യാപ്സ് എത്രയായിരിക്കും? 38 -1 ആയിരിക്കും. അതായത് 37 ആയിരിക്കും അല്ലെ? ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 25 ആണ് അല്ലെ? 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഗ്യാപ്സ് എത്രയായിരിക്കും? 24 ആയിരിക്കും. ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ലക്യൂണേനെയാണ് നമ്മൾ ഗ്യാപ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഇടയിലുള്ള, അതായത് എക്സ് ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ വരുന്നുണ്ടാവും അല്ലെ? x+1 ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്യാപ്പ്. അപ്പം ഈ 24 എന്ന് പറയുന്ന സമയത്ത്, അതായത് 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ 24 ഗ്യാപ്സ് ഉണ്ട് എന്ന് പറയുന്നിടത്ത് ആലോചിക്കുക എത്ര ഗ്യാപ്പുകൾ ഉണ്ടാവും? 24 ഗ്യാപ്പുകൾ ഉണ്ടാവും അല്ലെ? 24 ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇതിന്റെ ആവറേജ് എങ്ങനെയാ കാണുക? നമ്മൾക്ക് ഇവിടെ ഒരു ആവറേജ് എക്സ് ആണെന്ന് വിചാരിക്കാം. ആവറേജ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ ആവറേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു 12 ഗ്യാപ്സ് ഉണ്ടാവും, മുൻപിലോട്ട് 12 ഗ്യാപ്സ് ഉണ്ടാവും. കത്തിയോ? നമ്മളുടെ ആവറേജ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മിഡിലില് പ്ലേസ് ചെയ്യാണ്. കാര്യം മിഡിൽ തന്നെ വരുള്ളൂ. ബിക്കോസ് അതെന്താണ്, ഒരു കോൺസിക്യൂട്ടീവ് സീരീസ് ആണ്, നമ്പറിന്റെ സീരീസ് ആണ്. അപ്പം എന്താണ്, മിഡിലാണ് നമ്മളുടെ ആവറേജ് വരിക. അപ്പൊ 24 ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആവറേജിൽ നിന്ന് 12 എണ്ണം പുറകിലോട്ടും 12 എണ്ണം മുൻപിലോട്ടും ഉണ്ടാവും.
മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നടുക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ആവറേജ് 30 പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആവറേജ് 30. പിന്നെ ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും ആണ് അല്ലെ? അപ്പം ആവറേജ് 30 ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എത്രയായിരിക്കും? 30 + 12 അല്ലേ? അതായത് 42. ലോവസ്റ്റ് ആണെങ്കിലോ 30 - 12 അല്ലേ? അതായത് 18. ആൻസർ എത്രയായിരിക്കും നിങ്ങളുടെ? ഹയസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 42 ആണ്. ലോവസ്റ്റ് വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എത്രയാണ്? 18 ആണ്. കത്തിയോ? അതായത് ആദ്യം തന്നെ നമ്മൾ ഗ്യാപ്സ് കണ്ടെത്തി, എന്നിട്ട് ആ ഗ്യാപ്സിന്റെ നടുക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ആവറേജിനെ പ്ലേസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ആവറേജ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളുടെ ഗ്യാപ്സിന്റെ പകുതി ഗ്യാപ്സ് പുറത്തോട്ടും പകുതി ഗ്യാപ്സ് മുന്നിലോട്ടും ഉണ്ടാവും പറഞ്ഞു. എന്നിട്ട് ആ നമ്പർ ഓഫ് ഗ്യാപ്സിനെ നമ്മൾ ഈ ആവറേജിൽ നിന്ന് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മളുടെ ലോവസ്റ്റ് നമ്പർ കിട്ടിയത്. ഇനി മൈനസ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? മുൻപിലേക്കാ പോകുന്നത്, അതായത് ബാക്കിലോട്ടാ പോകുന്നത്, മുൻപിലേക്കല്ല പുറകിലോട്ടാ പോകുന്നത്. ഈ നമ്പറിന്റെ പുറകിലോട്ടാ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താണ് മൈനസ് ചെയ്തത്. ഇനി ഈ 12 തന്നെ എടുത്ത് മൈനസ് ചെയ്യാൻ കാരണം ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അതായത് 12 ഗ്യാപ്സ്, 12 നമ്പേഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഓരോന്നും ഒരു വാല്യൂ വീതം എക്സ്ട്രാ പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ 12 തന്നെ എടുത്തത്. ഇവിടെ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺ മാറും. ഇവിടെ ഓരോന്നിനും 2 വാല്യൂ വെച്ചിട്ട് എന്താണ് ഡിഫറൻസ് വരും. അപ്പൊ നമ്മൾ ഇവിടെ × 2 ചെയ്യേണ്ടി വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ദി ആവറേജ് ഓഫ് 35 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 56. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ എന്ന് നമുക്ക് കാണാം. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നിരിക്കുന്നത്? നിങ്ങളുടെ എത്രയാണ്? 35 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ? പിന്നെ പറയുന്നത് ആവറേജ് എത്രയാണ്? ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ആവറേജ് പറയുന്നത് 56 ആണ് അല്ലെ? 56 ആണ്. നിങ്ങൾക്ക് മനസ്സിലായത് ഗ്യാപ്സ് കണ്ടെത്തണം. കാര്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെ എൻഡ് ചെയ്യണം എന്ന് അറിയില്ല. പക്ഷെ 35 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്, ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പം ആവറേജ് 56 ആണ്. നമ്മൾ ഗ്യാപ്പ് നോക്കാണ്. 35 ആയതുകൊണ്ട് തന്നെ ഗ്യാപ്സ് 34 ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ 56നെ മിഡിൽ പ്ലേസ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഒരു 34ന്റെ പകുതി എത്രയാണ്? 17 അല്ലെ? 17 നമ്പേഴ്സ് ഉണ്ടാവും. പുറകിലോട്ടും ഒരു 17 നമ്പേഴ്സ് ഉണ്ടാവും. ഇനി ഈ ഫൈനൽ നമ്പർ ഹയസ്റ്റ് വാല്യൂ ആണെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൺ ആണെങ്കിൽ നമ്മളിവിടെ × 2 ചെയ്യണം. കാര്യം ഗ്യാപ്സ് എത്രയാണ്? ഓരോ ഗ്യാപ്പിന്റെ ഇടയിൽ 2 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഗ്യാപ്പ് കണ്ടിട്ട് അതിന് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓഡ് അല്ലെങ്കിൽ ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഗ്യാപ്സ് കാണില്ലേ? ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും 56 + 34 എന്നുള്ളത്. കാര്യം 17 × 2 തന്നെയാണ് 34. ആൻസർ എത്രയാണ്? 90 അല്ലെ? നമ്മുടെ ആൻസർ 90 ആണ് വരിക. അല്ലെങ്കിൽ ഇവിടെ ബാക്കിലേക്ക് പോവാണെങ്കിൽ 56 - 34 22 ആണ് വരിക. കത്തിയോ? അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. ആവറേജ് അല്ലെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ചോദിക്കുന്ന സമയത്ത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ചോദിക്കുകയാണ്. ഇങ്ങനെ നമ്മൾക്കൊരു തലയും വാലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ 35 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഉണ്ട്. അതിന്റെ ആവറേജും തന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എത്രയുണ്ടോ -1 ചെയ്തിട്ട് ആ നമ്പർ ഇപ്പൊ ഹയസ്റ്റ് വാല്യൂ ആണെങ്കിൽ ആ നമ്പർ പ്ലസ് നമ്മളുടെ ആവറേജ് ചെയ്യുക. ലോവസ്റ്റ് വാല്യൂ ആണെങ്കിൽ ആ നമ്പർ മൈനസ് ഗ്യാപ്സ് ചെയ്താൽ മതി. ഇതാണ് നമ്മളുടെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഓഫ് 22 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 72. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓർ സ്മോളസ്റ്റ് നമ്പർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? 22 ഓഡ് നമ്പേഴ്സ് ആണ്. ആവറേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്ന? ആവറേജ് 72 ആണ് അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 22 - 1 ആയിരിക്കും ഗ്യാപ്പ്. അതായത് 21 ആയിരിക്കും. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 72 + 21 ആണ്, 93 ആണ്. ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 72 - 21 ആണ്, അതായത് 51 ആണ്. ഇതാണ് ആൻസർ. 93 ഉം 51. The average of A, B and C is 50.
ഇഫ് D is 10, then what is the total average? ഇതാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ വരിക? 3 കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. എന്താണ്? ABC അല്ലെ? ABCയുടെ ആവറേജ് എത്രയാ പറയുന്നത്? 50 ആണ്. D 10 ആണെന്ന് പറയുന്നുണ്ട്. ഇത് പുതിയ കാര്യമാണ് കേട്ടോ, പുതിയ ഒരു എന്താ പറയാ, പുതിയ വാല്യൂ ആണ്. ഇനി ABCയുടെ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് 50 ആണെന്ന് പറഞ്ഞു. ABCയുടെ ആവറേജ് വാല്യൂ 50 ആണ്. അതെങ്ങനെയാ വരിക? A പ്ലസ് B പ്ലസ് C ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 3. അതായിരിക്കില്ലേ 50? അതായത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഷുഡ് ബി ദ ആവറേജ്. അതായത് A പ്ലസ് B പ്ലസ് C എന്ന് പറഞ്ഞാൽ 50 into 3 ആയിരിക്കും. അതായത് 150 ആയിരിക്കും ഇതിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ. A പ്ലസ് B പ്ലസ് സിയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 150 ആണെന്ന് കണ്ടു. ഇനി ഇതിന്റെ കൂടെ ഒരു B കൂട്ടിയാൽ പോരെ? അതായത് A പ്ലസ് B പ്ലസ് C പ്ലസ് D ഡിവൈഡഡ് ബൈ 4 ആയിരിക്കണ്ടേ നമ്മളുടെ ന്യൂ ആവറേജ്. മനസ്സിലായോ? അതായത് A പ്ലസ് B പ്ലസ് C 150 ആണെന്നറിയാം, D എത്രയാണ്? 10 ആണെന്ന് അറിയാം, ബൈ 4 ആയിരിക്കും നമ്മളുടെ ന്യൂ ആവറേജ്. അതായത് 160 ബൈ 4 എത്രയാണ്? 40. ന്യൂ ആവറേജ് എത്രയാണ്? 40. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മളുടെ ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ആവറേജിലേക്ക് എത്താൻ പറ്റും. Average age of 30 boys in a class is equal to 14 years. When the age of the class teacher is included, the average becomes 15 years. What is the age of the class teacher? ഇതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ ഏതാണ്ടൊക്കെ സിമിലർ പാറ്റേൺ ആണ്. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് എന്തായിരുന്നു? ഒരു ആവറേജ് ആദ്യം തന്നു, പിന്നെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളുടെ വാല്യൂ, ഒറിജിനൽ വാല്യൂ തന്നു. ഈ ക്വസ്റ്റ്യനിൽ പക്ഷെ എന്താണ്? ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എങ്ങനെയാണ്? അതായത് ഇവിടെ ഓൾറെഡി നമുക്ക് ആവറേജ്, ആദ്യത്തെ ആവറേജും തന്നിട്ടുണ്ട്, രണ്ടാമത് കിട്ടുന്ന ന്യൂ ആവറേജും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടീച്ചറുടെ, ക്ലാസ് ടീച്ചറിന്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ ഏജ് എത്രയാണ്? ഇതാണ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ചെയ്തു നോക്കാം. അപ്പം ആവറേജ് ഏജ് ഓഫ് 30 ബോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ആദ്യത്തെ 30 ബോയ്സ്. ഓക്കെ, ആദ്യത്തെ സം എന്ന് പറയുന്നത് സം ബൈ എന്താണ് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെ, 14 ഇയേഴ്സ് ആണ്. അപ്പൊ ഈ 14 ഇയേഴ്സ് ഇവിടുത്തെ ആവറേജ് അല്ലേ? നമുക്ക് ടോട്ടൽ അറിയാം. ടോട്ടല് എത്രയാണ്? 30 സ്റ്റുഡൻസ്, 30 ബോയ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് എന്താണ് ഒബ്സർവേഷൻസ് 30 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമുക്ക് സം ആണ് വേണ്ടിയത്. ഓക്കെ, അപ്പൊ എങ്ങനെ സം കണ്ടെത്തുക? സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കൂടെ കൊണ്ടുപോയാൽ മതിയല്ലോ. 14 into 30 ആയിരിക്കും ഇവിടുത്തെ സം. 3 into 4 12 42 420. ഇവിടുത്തെ സം എത്രയാണ്? 420 ആണ്. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടീച്ചറിന്റെ ഏജ് ആഡ് ചെയ്തിട്ടുള്ള ന്യൂ ആവറേജ് എത്രയാണ്? പുതിയ ആവറേജ് പറഞ്ഞിട്ടുണ്ട്, അത് എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ കാണുക? ഇവിടെ നമ്മൾ സം തന്നെയാണ് കാണേണ്ടത്. അതായത് ഇതേ പാറ്റേണിൽ തന്നെ ടോട്ടൽ സം ബൈ, ഓക്കെ, പുതിയ ടോട്ടൽ എത്രയായിരിക്കും? 30 പ്ലസ് ടീച്ചർ ഇല്ലേ, അത് 31 അല്ലേ? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ 31 എത്രയായിരിക്കും? 50 ആയിരിക്കും പുതിയ ആവറേജ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ന്യൂ ആവറേജ് 15 ആണെന്ന്. ഇനി നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടീച്ചറുടെ ഒറിജിനൽ വാല്യൂ ആണ്. അപ്പൊ ടീച്ചറുടെ ഒറിജിനൽ വാല്യൂ നമ്മൾ ഒറിജിനൽ ഏജ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ബോയ്സിന്റെ ഒറിജിനൽ വാല്യൂന്റെ സം 420 ആണ്. 420 പ്ലസ് എക്സ് ആയിരിക്കും നമ്മളുടെ ഫൈനൽ എന്താണ് സം ഓഫ് ഒബ്സർവേഷൻസ്. ഫൈനൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഇങ്ങനെയാ വരിക. ഇത് ഡിവൈഡഡ് ബൈ നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 31 ആയി എന്ന് പറഞ്ഞു. 31 എങ്ങനെയായി? ആദ്യം നമ്മളുടെ 30 ഉണ്ടായിരുന്നു, പിന്നെ ടീച്ചർ ഒരാളും കൂടിയല്ലേ. അപ്പം എന്താണ്? ഒരാളുടെ കൂടി നമ്പർ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഒരാളുടെ കൂടി കൗണ്ട് കൂടുമ്പോൾ 30 + 1 31 ആവും. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ന്യൂ ആവറേജിന്റെ വാല്യൂ 15. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടെത്താണ്.
420 plus x equal to 15 into 31 എന്ന് കിട്ടി. 15 into 31 ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട്. 15 into 30 plus 15 into 1 ആയിരിക്കും. അതായത് 15 into 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450 plus 15 അല്ലെ, അതായത് 465 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 15 into 31 465 നമ്മൾക്ക് കിട്ടി. മൈനസ് 420 അല്ലേ, അതായത് എത്രയാണ്? 45. എക്സ് എന്തായിരുന്നു? ടീച്ചറുടെ വാല്യൂ ആയിരുന്നു അല്ലെ, ടീച്ചറുടെ ഒറിജിനൽ വാല്യൂ ആണ് എക്സ്. അപ്പൊ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 45. മനസ്സിലായോ? നമുക്ക് എക്സ് ആണ് കണ്ടെത്തേണ്ടിയിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മറ്റൊരു എളുപ്പ വഴിയുണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നോക്കാം, അതിങ്ങനെയാണ് വരിക. പുതിയ ഒരു എൻട്രന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ, നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരുന്നു. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം 30 സ്റ്റുഡൻസിന്റെ പിന്നെ ആവറേജ് കാര്യം പറയുന്നുണ്ട്. പിന്നെ ടീച്ചറിന്റെ കൂടി ആഡ് ചെയ്തിട്ട് വരുന്ന വാല്യൂവും പറയുന്നുണ്ട്, ന്യൂ ആവറേജ് വാല്യൂവും പറയുന്നുണ്ട്. ആൻഡ് നമ്മൾക്ക് അതിൽ നിന്ന് എത്തേണ്ടത് ന്യൂ എൻട്രന്റ് ആണ്. അതായത് പുതിയതായിട്ട് നമ്മളുടെ ടോട്ടൽ സം ഓഫ് ഒബ്സർവേഷനിൽ നമ്മൾ ആഡ് ചെയ്ത പുതിയ വാല്യൂ, അതാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് അല്ലെ. നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? ഓൾറെഡി പഴയ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പഴയ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, അതിന്റെ ആവറേജും തന്നിട്ടുണ്ട്. പുതിയ ഒരു എൻട്രന്റിന്റെ കാര്യവും പറയുന്നുണ്ട്, അതിന്റെ ആവറേജും തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ എൻട്രന്റിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ന്യൂ എൻട്രന്റിന്റെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഫോർമുല നമ്മളുടെ കയ്യിലുണ്ട്. ഇത് ഇത്ര ആണ്. നമ്മളുടെ ന്യൂ ആവറേജ് ഉണ്ടല്ലോ, ന്യൂ ആവറേജിന്റെ കൂടെ ഓൾഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഓൾഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഇൻറ്റു പിന്നെ ആവറേജ് ഇൻക്രീസ്. ഇതാണ് നമ്മളുടെ ഫോർമുല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാ വരിക. ന്യൂ ആവറേജ് എത്രയാണ്? 15 അല്ലേ. ടീച്ചറുടെ വാല്യൂ കൂടി ടീച്ചറുടെ വയസ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ എത്ര വരും എന്ന് പറഞ്ഞാൽ 15 വരും. പ്ലസ് ഓൾഡ് നമ്പർ എത്രയായിരുന്നു? 30 ആയിരുന്നു അല്ലെ. 30 സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് ആദ്യം സംസാരിച്ചത്. ടീച്ചറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ 31 ആവുള്ളൂ. അപ്പൊ പഴയ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 30 ആണ്. ഇൻറ്റു ഇനി ആവറേജിന്റെ ഇൻക്രീസ് എങ്ങനെയാണ്? പഴയത് 14 ആയിരുന്നു, പുതിയത് 15 ആണ്. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അതായത് ഇൻക്രീസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പം ആൻസർ എത്രയാ? 15 പ്ലസ് 30 into 1 എത്രയാ? 30. ആൻസർ 45. നമുക്ക് നേരത്തെ ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടിയത്? 45 തന്നെയല്ലേ. അപ്പം ഇങ്ങനെ ന്യൂ എൻട്രന്റിന്റെ കാര്യം ചോദിക്കുകയാണ്. അതായത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ ആദ്യം തരും, അതിന്റെ ആവറേജിനെ പറ്റിയിട്ട് പറയും, എന്നിട്ട് പറയും ഇതേ ഡേറ്റയിലേക്ക് അല്ലെങ്കിൽ ഇതേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിലേക്ക് പുതിയ ഒരു ന്യൂ ഒബ്സർവേഷൻ ആഡ് ചെയ്യാണ് അല്ലെ, ന്യൂ എൻട്രന്റ് അല്ലെങ്കിൽ ന്യൂ ഒബ്സർവേഷൻ ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ പുതിയ ആവറേജ് ഇത്ര പെർസെന്റേജ് ആവും അല്ലെങ്കിൽ ഇത്ര നമ്പർ ആവും, ഇത്ര വാല്യൂ ആവും എന്ന് പറയുന്നു. എന്നിട്ട് ഈ ആഡ് ചെയ്ത എൻട്രന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ന്യൂ എൻട്രന്റ് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു ആവറേജ് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഓഫ് 10 members ഈസ് 7. If each number is multiplied by 11, then the average of the new set of numbers is. ഇതാണ് ക്വസ്റ്റ്യൻ. പറയുന്നത് എങ്ങനെയാണ്? ഒരു ആദ്യം തന്നെ ഒരു 7 എന്ന് പറഞ്ഞിട്ട് ഒരു ആവറേജ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാ പറയുന്നത്? 10 പറയുന്നത് അല്ലെ. അതായത് 10 ഒബ്സർവേഷൻസിന്റെ ആവറേജ് എത്രയാണ്? 7 ആണ്. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ പറയാണ്, ഇതിനെ ഈ ഒബ്സർവേഷൻസിനെ ഇൻറ്റു 11 ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയാണ്? ഇപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. നോക്കാം. നമ്മൾക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഏതെങ്കിലും ഫോർമുല ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? 10 ഒബ്സർവേഷൻസും ആവറേജും തന്നിട്ടുണ്ട്. അതായത് ഒബ്സർവേഷൻസ് അല്ല, സമ്മ് ബൈ ഒബ്സർവേഷൻസ് അല്ലെ ആവറേജ്.
അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ആക്ച്വലി സമ്മ് കണ്ടിട്ട് തന്നെയാ വേണ്ടത്. അതായത് സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ഒബ്സർവേഷൻസ്. അതായത് എത്രയാണ്? 7 × 10 ആണ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റത്തെ കണ്ടീഷൻ പ്രകാരം 10 ഒബ്സർവേഷൻസിന്റെ ആവറേജ് 7 ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സം എത്രയാവണം? 70 ആവണം അല്ലെ? ഇനി ഈ നമ്പേഴ്സിനെ ഇൻറ്റു 11 ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ചുമ്മാ ഈ 10 × 11 ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ സമ്മിനെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴല്ലേ നിങ്ങൾക്ക് ആ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ പ്രോപ്പർ വാല്യൂ കിട്ടുള്ളൂ. അപ്പം ഈ സം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാണ്? 70നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് വിത്ത് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ എത്ര വരും? 770 ആയിരിക്കും പുതിയ സമ്മ് അല്ലെ? പുതിയ സമ്മ് 770 ആയി. ഇനി ചോദ്യം എന്താണ്? ന്യൂ ആവറേജ് ആണ്. ഓക്കെ, 770 ആണ് സം അല്ലെ? സം ബൈ ടോട്ടൽ ആണ് നമ്മളുടെ ആവറേജ്. അപ്പൊ 770 ബൈ ടോട്ടൽ എത്രയാണ്? 10 ഒബ്സർവേഷൻസ് തന്നെയല്ലേ? അവിടെ വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പം 10. ആൻസർ എത്രയാണ്? 77. ഓക്കെ, ഇതാണ് ആൻസർ. 770 ബൈ 10 വരും 77. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാണ്. അതായത് നമ്മളുടെ കയ്യിലുള്ളത് ആദ്യത്തെ സെറ്റ് പറയുന്നത് ഒബ്സർവേഷൻസ് ആണ്. അത് എത്രയാണ്? 10 ഒബ്സർവേഷൻസ് ആണുള്ളത്. 10 നമ്പേഴ്സ് ആണ് ആദ്യം പറയുന്നത്. അതിന്റെ ആവറേജ് 7 ആണെന്ന് കണ്ടു. അപ്പൊ തന്നെ നിങ്ങൾക്ക് സം കിട്ടി. സം എന്ന് പറഞ്ഞ ആവറേജ് ഇൻറ്റു ടോട്ടൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആണ്. അതായത് 10 × 7 70 എന്ന് കിട്ടി. എന്നിട്ട് ഈ 70 എന്ന് പറയുന്ന സമ്മിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻറ്റു 11 മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എത്രയാണ്? 70 × 11 വന്നു. അതായത് നമുക്ക് പുതിയ സമ്മായിട്ടുള്ള 770 കിട്ടി അല്ലെ? 77 × 10 എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ എത്രയാണ് അല്ലെ? 7 × 11 77 × 0 10 അത് 770. നമ്മുടെ വാല്യൂ ഇവിടെ 770. പുതിയ സമ്മാണ്, ന്യൂ സമ്മാണ് 770. ഇതിൽ നിന്നാണ് നമ്മൾ ന്യൂ ആവറേജ് കാണുന്നത് അല്ലെ? ഇപ്പൊ ന്യൂ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സമ്മ് ബൈ ടോട്ടൽ ആയിരിക്കും. ഈ ടോട്ടലിന് വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. പുതിയ ഒരു എൻട്രന്റും അവിടെ വരുന്നില്ല. ജസ്റ്റ് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന വാല്യൂസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ അതും സമ്മിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ ഒബ്സർവേഷനെ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് പുതിയ സം? നിങ്ങൾക്ക് എത്ര കിട്ടി? 770 ഡിവൈഡഡ് ബൈ 10 77 എന്നാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man's monthly income is 1400 rupees. What should be his average monthly expenditure so that he should be able to save 3600 rupees a year? അപ്പം ഇങ്ങനെ പറയുന്നത് എന്താണ്? ആളുടെ ടോട്ടൽ ഇൻകം, മന്ത്ലി ഇൻകം എത്രയാണ്? 1400 ആണെന്ന് പറയുന്നുണ്ട്. മന്ത്ലി ഇൻകം ആണ്. ഇനി ഇദ്ദേഹത്തിന് ഒരു ഇയറിൽ 3600 rupees സേവ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇയർലി 3600 സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ന്യൂ ആവറേജ്? എങ്ങനെയാ ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ എങ്ങനെയാ കാണുക? ഇതിൽ നമ്മൾ ആവറേജിന്റെ വാല്യൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് ഇയർലി ഇദ്ദേഹത്തിന് 3600 സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മന്ത്ലി എത്ര സേവ് ചെയ്യണം? 3600 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. 12 36 300 അല്ലേ? മാസം 300 രൂപ സേവ് ചെയ്താൽ അയാൾക്ക് ഇയർലി എത്രയാ? 3600 രൂപ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അയാൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? 1100 രൂപ സ്പെൻഡ് ചെയ്യണം. അപ്പം വർഷത്തില് 3600 രൂപ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1400 രൂപ ഇൻകം ഉള്ള ആള് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം? 1100 രൂപയെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് ഈ പറയുന്ന സേവിങ്സിലേക്ക് എത്തുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ എന്താണ് വലിയ കാര്യത്തിൽ എന്തെങ്കിലും ഫോർമുല ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ കോമൺ സെൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് വാസ്
22 years old when they were married 5 years back. What is the present average of the family if they have a 3-year-old child? ഇതാണ് ചോദ്യം. ഓക്കെ, നമ്മൾക്ക് പറയുന്നത് എന്താണ്? 5 വർഷം മുൻപ് 5 years ബാക്ക് ഒരു ഹസ്ബൻഡും വൈഫും കല്യാണം കഴിച്ച സമയത്ത് അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 22 ആയിരുന്നു. ഇനി ന്യൂ എൻട്രന്റ് ഉണ്ട് അല്ലെ, ഒരു കുട്ടിയുണ്ട്. എത്രയാണ് കുട്ടിയുടെ വയസ്സ്? എത്രയാണ്? 3 വയസ്സ്. ന്യൂ ഒബ്സർവേഷൻ ആണല്ലേ. 3 വയസ്സുള്ള ഒരു കുട്ടിയും കൂടി ഇവിടെ പുതുതായിട്ട് വരും. അത് നമുക്ക് പിന്നെ ചേർക്കാം. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഒക്കെ പറയുകയാണ്, ഒന്ന് എഴുതി വെച്ചതാണ്. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? 5 വർഷം മുൻപ് എന്ന് പറയുന്നുണ്ട്. അതില് ഹസ്ബൻഡും വൈഫിനും 5 വർഷം മുമ്പ് 22 ആയിരുന്നു അവരുടെ ആവറേജ് ഏജ്. ഇപ്പൊ അവർക്കൊരു 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഏജും കൂടി ചേർത്തിട്ട് അവരുടെ ഫാമിലിയുടെ ടോട്ടൽ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? നമുക്ക് എന്താണ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി. സം ബൈ ടോട്ടൽ കിട്ടില്ലേ? ഇവിടെ ടോട്ടൽ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഹസ്ബൻഡ് പ്ലസ് വൈഫ് എന്ന് പറയുമ്പോൾ 2 തന്നെയാണ് അല്ലേ, 2 ആയിരിക്കും അവിടുത്തെ നമ്പർ. ഓക്കെ, ഈക്വൽ ടു 22 എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് ഇവരുടെ സം? 5 വർഷം മുമ്പുള്ള സമ്മാണ് പറയുന്നത്. സം എത്രയാണ്? 22 × 2 ആണ്. അതായത് ഇവിടെ 2 ഉണ്ടാവും, അതിന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അത് 44 ആയി. 5 വർഷം മുൻപ് അവർക്ക് 44 വയസ്സാണ്, ഹസ്ബൻഡ് പ്ലസ് വൈഫ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ എത്രയായിരിക്കും? ഹസ്ബൻഡിനും 5 വയസ്സ് കൂടിയിട്ടുണ്ടാവും, വൈഫിനും 5 വയസ്സ് കൂടിയിട്ടുണ്ടാവും. 5 വർഷം ഇപ്പുറമല്ലേ. അപ്പം നമ്മളുടെ ന്യൂ സമ്മ എത്രയായിരിക്കും ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്? 44 + 5 + 5 അതായത് 10, 54 ആണ്. നമ്മുടെ പുതിയ സമ്മില് ഹസ്ബൻഡ് പ്ലസ് വൈഫ് പ്ലസ് ചൈൽഡ്, ഇതാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 3. അതായത് കൊച്ചും കൂടി കൂടുമ്പോൾ അവിടെ 3 ആവും. നമ്മൾക്ക് ഇതാണ് കണ്ടെത്തേണ്ടത്, പുതിയ ആവറേജ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പം ഹസ്ബൻഡ് പ്ലസ് വൈഫ് പ്ലസ് ചൈൽഡ് എത്രയാണ്? 54 പ്ലസ് കൊച്ചിന്റെ വയസ്സ് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ്, അതായത് 57 ഡിവൈഡഡ് ബൈ 3 അതായത് 1, 9, 19 ആയിരിക്കും പുതിയ ആവറേജ്. കണ്ടില്ലേ? അതായത് നമുക്ക് ഓൾറെഡി കുറച്ച് ഡേറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ഡേറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കറങ്ങി തിരിഞ്ഞ ആൻസേഴ്സിലേക്ക് എത്തുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓൾറെഡി 5 years ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സംശയം തോന്നാം, പക്ഷെ എളുപ്പമാണ്. അതായത് 5 years ബാക്ക് എന്ന് പറഞ്ഞാൽ പുതിയതില് ആ 5 കൂട്ടിയാൽ മതി. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുമ്മാ 5 എന്ന് കൂട്ടരുത്. 2 പേർക്കും 5 years കൂടുന്നുണ്ട് അല്ലെ. ഹസ്ബൻഡിനും 5 years കൂടുന്നുണ്ട്, വൈഫിനും 5 years കൂടുന്നുണ്ട്. അപ്പൊ ആ 2 പേരുടെയും എക്സ്ട്രാ കൂടിയിരിക്കുന്ന 2 പേരുടെയും വയസ്സും കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ന്യൂ സം അവിടെ കിട്ടുള്ളൂ. പിന്നെ അതിന്റെ കൂടെ കുട്ടിയുടെ ഇയർ ആയിട്ടുള്ള 3 years കൂടി ചേർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവൻസ്. ഫൈനൽ ഫാമിലിയിൽ എത്ര പേരുണ്ട്? ഹസ്ബൻഡ്, വൈഫ്, കുട്ടി അല്ലെ, 3 പേരുണ്ട്. അപ്പൊ 3 ഇവിടെ കൊടുത്തു. അങ്ങനെ 57/3 19 ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of observations in a group is 40. The average of the first 10 members is 4.5 and the average of the remaining 30 members is 3.5. The average of the whole group is. ഇപ്പൊ എന്താ പറയുന്നത്? ടോട്ടല് 40 പേരുണ്ട്. അതിൽ ആദ്യത്തെ 10 പേരുടെ ആവറേജ് 4.5 ആണ്. പിന്നെ ബാക്കിയുള്ള 30 പേരുടെ ആവറേജ് എത്രയാണ്? 3.5 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ളതിന്റെ ഫൈനൽ ആവറേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ 40 മെമ്പേഴ്സിന്റെ ആവറേജ്. ചുമ്മാ നമുക്ക് ഇതെല്ലാം പ്ലസ് ചെയ്തിട്ട് ചെയ്താൽ മതിയൊന്ന് ആദ്യം തോന്നും, പക്ഷെ അത് തെറ്റാണ്. എന്താണ്? ഈ 2 ആവറേജിന്റെ വാല്യൂ എന്താണ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്കിത് പ്രോപ്പർലി ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ജസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്, അതായത് നമ്മൾക്ക് കണ്ടെത്തേണ്ട ന്യൂ ഒബ്സർവേഷൻ എത്രയാണ്? 40 ആണ് അല്ലെ. നമ്മൾ കണ്ടെത്തേണ്ട ഒബ്സർവേഷൻസിന്റെ നമ്പർ 40 ആണ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പുതിയ ആവറേജ് ആണ് കാണേണ്ടത്, ന്യൂ ആവറേജ് ആണ് കാണേണ്ടത്. പക്ഷെ നമുക്കിവിടെ സമ്മ് അറിയില്ല, പ്രോപ്പർ സമ്മ് അറിയില്ല.
അപ്പൊ നമുക്ക് ആദ്യം സം അറിയണം. ഈ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10 പേരുടെയും സം അറിയണം, അതുപോലെ തന്നെ ബാക്കിയുള്ള 30 പേരുടെയും സം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫൈനലി ഈ 10+30 അതായത് ഈ 40 ഒബ്സർവേഷൻസിന്റെ ടോട്ടൽ സം കിട്ടുള്ളൂ. ആ സം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഫൈനലി ന്യൂ ആവറേജ് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് എളുപ്പമാണ്. ഫസ്റ്റത്തെ സം എത്രയാണ്? ടോട്ടൽ ഇൻറ്റു ആവറേജ് അല്ലേ? അതായത് ടോട്ടൽ എത്രയാണ്? അവിടെ 10 പേരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് 10 ഇൻറ്റു ആവറേജ് എത്രയാണ്? ആദ്യം പറയുന്ന ആവറേജ് എത്രയാണ്? 4.5 ആണ്. 4.5 അതായത് 45. ഇനി രണ്ടാമത് പറയുന്നത് 30 ഇൻറ്റു ആവറേജ് എത്രയാണ്? 3.5. അപ്പൊ അതിന്റെ ആൻസർ എത്രയാ വരിക? 3.5 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 35 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 15 എത്രയാണ്? 105 അല്ലേ? 105 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പം 10+30യുടെ സമ്മ് എത്രയാണ് വരിക? ടോട്ടൽ ന്യൂ സം എത്രയാണ് വരിക? 45 + 105 അല്ലേ? അത് 150 ആണ് അല്ലെ? 150 ആണ്. നമ്മളുടെ പുതിയ ആവറേജ് എത്രയാ വരിക? 150. അതായത് ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? പുതിയ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 40 ആണ് ചോദിക്കുന്നത് അല്ലെ? 40 പേരെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒബ്സർവേഷൻസ് അവിടെ 40 ആയിരിക്കും. അപ്പം ആൻസർ എങ്ങനെയാ വരിക? 3.75 ആയിരിക്കും ആൻസർ അല്ലെ? 3.75 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, എളുപ്പമാണ്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഡേറ്റ് ഒന്നും എടുത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ഈ സമ്മും കാര്യങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഫോർമുല തന്നെ അതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The average speed of a taxi car from town A to town B is 35 km/h and return journey is 42 km/h. What is the average speed? എങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കാണാം? നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആവറേജ് സ്പീഡ് കാണാൻ നമ്മളുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. 2 speed 1 speed 2 divided by speed 1 plus speed 2. ഇത് വളരെ ഈസിലി നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആവറേജ് സ്പീഡ് കാണാൻ സാധിക്കും. രണ്ട് സ്പീഡിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ 2 speed 1 speed 2 by speed 1 plus speed 2. ഇനി 3 എണ്ണമാണ് ചോദിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാ വരിക? 3 into speed 1 speed 2 speed 3 divided by speed 1 into speed 2 plus speed 2 into speed 3 plus speed 3 into speed 1. ഇതാണ് ഫോർമുല. ഓക്കെ, നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്രയാണ്? 2 സ്പീഡിന്റെ കാര്യം പറയുന്നത് അല്ലെ? ആദ്യത്തെ സ്പീഡ് എത്രയാണ്? സ്പീഡ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ് അല്ലെ? സ്പീഡ് 2 എത്രയാണ്? 42 ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 into 35 into 42 divided by 35 into 35 plus 42 എത്രയാണ്? 2 into 35 into 42 divided by 35 ഉം 42 എത്രയാണ്? 77 ആണ് അല്ലെ? 77 എന്ന് പറയുമ്പോൾ 7ൽ ഇത് 11 ടൈംസ് പോവും, 35ൽ 5 ടൈംസ് പോവും, 420 കിട്ടും. അതായത് 10 into 5 10 42 420 divided by 11. 420 divided by 11 എന്ന് പറഞ്ഞാൽ 3 33 90 38 38.18 ആയിരിക്കും ആൻസർ വരിക. 38.18 ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഇപ്പൊ ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ ഓർത്താൽ മതി, അതിന് നമുക്കൊരു സെപ്പറേറ്റ് ഫോർമുല ഉണ്ട്. 2 into speed 1 into speed 2 by speed 1 plus speed 2. അതിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമ്മളുടെ അടുത്ത് വേറൊരു ഇതിൽ ചോദിക്കുകയാണ്. 3 ഇതുകൾ തരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് ആദ്യത്തെ 1 hourൽ അയാൾ 20 km/h പോയി സ്പീഡ് 1. രണ്ടാമത്തെ സ്പീഡ് എത്രയാണ്? ഒരു 40 kilometers പോയി.
മൂന്നാമത്തേല് എത്രയാണ്, ഒരു 50 km/h സ്പീഡ് പോയത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ ചെയ്യാം, 3 ഉണ്ടെങ്കിൽ എങ്ങനെയാ പറഞ്ഞേ, 3 × S1 × S2 × S3 divided by S1 S2 plus S2 S3 plus S3 S1. അതായത് 3 × സ്പീഡ് 1 എത്രയാ, 20 × സ്പീഡ് 2 40 × സ്പീഡ് 3 50 divided by 20 × 40 plus 40 × 50 plus 50 × 20. അതായത് 3 × 2 × 4 × 5. ഇതിന്റെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. 1000 divided by 20 × 40 എത്രയാണ്, 800 plus 2000 plus എത്രയാണ്, 50 × 20 എന്ന് പറഞ്ഞാല് 1000 അല്ലേ. അപ്പം ഇത് എങ്ങനെയാ വരിക, ഇത് വാല്യൂ എങ്ങനെയാ വരിക, 3 × 2 × 4 × 5 × 1000 divided by ഇനി 800 plus 2000 plus 3000. 3000 plus 800 3800 ആണ്. ഇതും ക്യാൻസൽ ആയി പോയി. ഇനി 38 എന്ന് പറയുമ്പോൾ 2 divided by 38 അവിടെ 19 ആണ്. ഓക്കെ, അപ്പം എന്താണ് 20 × 3 × 10 60 × 10 600 by 19. അതൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. 3 സ്പീഡ് തരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുലയിൽ, ഇച്ചിരി വലിയ ഫോർമുലയാണ്, പക്ഷെ നിങ്ങൾക്ക് ബാക്കി എന്താണ് വേറെ രീതിയിലൊക്കെ ചെയ്തു വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ഫോർമുലയിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും.